ഇത് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ഇപ്പം 4 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. പ്രീ ബുക്കിംഗ് ആയിട്ടും അല്ലാതെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര റെസ്പോൺസുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഈ തവണ 4 കളേഴ്സാണ്. കളേഴ്സ് സെയിം ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇതിൽ വന്നിരിക്കുന്നുണ്ടോ ഈ ഒരു ഗോൾഡൻ യെല്ലോ ഗ്രീൻ ബേസ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡ്. നെക്സ്റ്റ് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുക. അടുത്തത് വന്നിട്ട് മെറൂൺ എച്ച്റാക്കാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോയുടെ കോമ്പിനേഷൻ, അതിന് ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് കണ്ടത്. അപ്പം 4 കോമ്പിനേഷനാണ്. ഹെവി അജ്രക് ആപ്ലിക്കും ബ്രഷ് പെയിന്റും ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. കോട്ടൺ ഹെക്കോബയാണ് ബേസ് ആയിട്ടുള്ള ഫാബ്രിക്. സോ ഇതുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ താഴെ ഭാഗം കണ്ടോ, എനിക്കൊന്നു ലാസ്റ്റ് ടൈമെല്ലാം കാണിച്ച ആ ഒരു ദാമനിൽ നിന്നും ഇതിന് ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ദാമനിൽ മാത്രം, ബാക്കിയൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ തവണ വരുന്ന ഹെക്കോബ പാറ്റേണും ചേഞ്ച് ആണ്. അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ഏതാണോ അത് വെച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പം നല്ല ഐറ്റമാണിത്. ഇതുവരെയും വാങ്ങിക്കാത്ത ഒരു കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ വാങ്ങിച്ചോളൂ. അത്രയും തവണ നമ്മൾ റിസ്റ്റോക്ക് കൊണ്ടുവയ്ക്കുന്ന ഐറ്റമാണ്. ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ട ചെക്സ്, അതിൽ വന്നിട്ടും ആപ്ലിക് വർക്കും ബ്രഷ് പെയിന്റുമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് വരും. അതിൻ്റെ ബോട്ടം ലെനൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം പെയർ ചെയ്തേക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. അടുത്ത കളർ ടോൺ ഇതിൽ കൊടുത്തേക്കുന്നുണ്ട്. ഒരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻസിലുള്ള അജ്രക് പാച്ചാണ് അതിൻ്റെ യോക്ക് പോർഷനിൽ വരുന്ന. ബാക്ക് പ്ലെയിന്, ഫ്രണ്ടിൽ ഹെവി കോട്ടൺ ഹെക്കോബ, അതിൽ എംബ്രോയ്ഡറി വർക്ക്സ്. താഴെ ഭാഗം കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് താഴെ ഭാഗം വരുന്നത്. ഫുള്ളും ബ്ലോക്ക് പ്രിൻറ്റ്സ് അല്ലെങ്കിൽ ഇത് ബ്രഷ് പെയിൻ്റ് ആണ് കേട്ടോ. എംബ്രോയ്ഡറിയും ബ്രഷ് പെയിൻറ്റ്സും ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയിൽ വരുമ്പം ബ്രഷ് പെയിൻ്റ് അല്ല, അതിൽ ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തിട്ട് അജ്രക് ആപ്ലിക്കും കൂടെ ചെയ്തേക്കുന്നു. ആപ്ലിക്കും ഉണ്ട്, ബ്രഷ് പെയിൻറ്റും ഉണ്ട്. ഇതാണ് ലുക്ക്. സോ അടുത്ത കോമ്പിനേഷൻ ബ്ലൂ ബേസ് ആയിട്ടുള്ള, അതായത് ആ ഒരു മെറൂൺ ബ്ലൂ കോമ്പിനേഷൻസിലുള്ള അജ്രക് ആപ്ലിക്കാണ് യോക്കിൽ വന്നിരിക്കുക. താഴ്ഭാഗം ഹെവി ആയിട്ട് ബ്രഷ് പെയിൻറ്റഡ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുക. ബ്യൂട്ടിഫുൾ ദുപ്പട്ട, അത് നല്ല ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിടക്കും. നല്ല ഡിമാൻഡഡ് ഐറ്റമാണ്. ദുപ്പട്ടയിലും ആപ്ലിക്കാണ് ഇതിൽ ചെയ്ത് വെച്ചേക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം. 1380 പ്രൈസ്. സോ അപ്പോൾ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. അത് ഗ്രീനും ലെമനിഷ് യെല്ലോ കോമ്പിനേഷനുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അജ്രക്ക് ഇപ്പം നമ്മൾ കണ്ട എല്ലാത്തിലും തന്നെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള അജ്രക് പാറ്റേൺസുമാണ് യൂസ് ചെയ്തേക്കുക. സോ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടാണ്. ബട്ട് ഈ തവണ എനിക്ക് തോന്നുന്നു എല്ലാ തവണയും കുറേ കൂടുതൽ കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഈ തവണ 4 കളർ ഷെയ്ഡ്സ് വന്നുള്ളൂ. വളരെ അട്രാക്റ്റീവ് കളർ ഷെയ്ഡ്സ് ആണ്. പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. വേണ്ടവരൊന്നും നോക്കേണ്ട, പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളുക. അതാണ് ലുക്ക് വന്നിരിക്കുക. 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സമ്മർ സ്പെഷ്യൽ കളക്ഷൻ ആൻഡ് ഈവൻ ചർച്ച് വെയർ ആയിട്ടും വെഡിങ് ഫംഗ്ഷൻസിനും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിൽ ആപ്ലിക്കും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ അല്ലാത്തല്ല നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വൈറ്റും കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. താങ്ക് യു.